പ്രതിപക്ഷ പ്രതിഷേധത്തിന് പിന്നാലെ വർഷകാല സമ്മേളനത്തിന് ആദ്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയെങ്കിലും ബഹളത്തെ തുടർന്ന് ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വന്ദേമാതരം ചൊല്ലിയ ഉടൻ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. ജൂലൈ 20 ആരംഭിച്ച സഭാ സമ്മേളനത്തിൽ 4 മിനിറ്റ് മാത്രമാണ് അമിത്ഷാ സഭയിലെത്തിയത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അമിത്ഷാ ഒളിച്ചോടുകയാണെന്ന് KC വേണുഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി. ധനസുമോദ്, ഇന്നത്തെ സർക്കാരിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? സർക്കാരിന്റെ സ്ട്രാറ്റജി ലോക്സഭയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും എത്തുന്നു. അതോടുകൂടി അവർ സഭയിൽ എത്തുന്നില്ല എന്നുള്ള ഒരു പ്രതിപക്ഷ ആരോപണത്തിന്റെ മുനയൊടിക്കാൻ വേണ്ടിയാണ് അവർ ഇന്ന് എത്തിയത്. മാത്രമല്ല, അവർ എത്തി ഒരു മിനിറ്റ് പോലും തികഞ്ഞില്ല. അപ്പോൾ തന്നെ സ്പീക്കർ വന്ദേമാതരം ആലപിക്കാൻ ഉള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. കാര്യം, അവർ എത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷം വളരെ ശക്തമായ ആരോപണങ്ങളുമായി തന്നെയായിരുന്നു ഉയർത്തിയത്. വലിയ മുദ്രാവാക്യം തന്നെയായിരുന്നു ഉയർത്തിയത്. ഇന്ന് ഉയർത്തിയ മുദ്രാവാക്യം അമിത്ഷാ മാപ്പ് പറയണം എന്ന് തന്നെയായിരുന്നു. അങ്ങനെ അപ്പോളജി ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ MP-മാരെ നോക്കി ചിരിച്ചുകൊണ്ട് അമിത്ഷാ ആ കസേരയിൽ തന്നെ ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വന്ദേമാതരം ആലാപനം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയായിരുന്നു ലോക്സഭാ സ്പീക്കർ. അങ്ങനെ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. അതിനുശേഷം സഭ മഴക്കാല സമ്മേളനം അവസാനിക്കുന്നതായി പറഞ്ഞ് അങ്ങനെ പിരിയുകയായിരുന്നു. പ്രതിപക്ഷത്തിന് സംസാരിക്കാനോ, പ്രതിപക്ഷ നേതാവുണ്ട്, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടാൽ സംസാരിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം പോലും കൊടുക്കാതെ വന്നോ എന്ന് ചോദിച്ചാൽ വന്നു. പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല, സംസാരിക്കേണ്ടി വന്നില്ല, ചർച്ച ചെയ്യേണ്ടി വന്നില്ല. ആ ഒരു ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞ് പിരിയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇതിനുശേഷം ഒരു ചായ സൽക്കാരം വെക്കാറുണ്ട്. അങ്ങനെ പതിവ് ചായ സൽക്കാരത്തിന് വേണ്ടി പ്രതിപക്ഷ അംഗങ്ങളെ വിളിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഒരു അംഗവും പോയില്ല. ഇന്ത്യ സഖ്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന DMK മാത്രമാണ് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ഈ മഴക്കാല സമ്മേളനം ലോക്സഭയിൽ അവസാനിക്കുകയായിരുന്നു. ശരി, ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ മഴക്കാല സമ്മേളനത്തിൽ അമിത്ഷാ വരികയോ പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ക്രിയേറ്റീവായി ഇടപെടുകയോ ചെയ്തില്ല. അവസാനം വന്നുവെന്ന് കാണിക്കാൻ വന്നു. പക്ഷേ വന്ദേമാതരം ചൊല്ലി അദ്ദേഹം വേഗത്തിൽ സ്കിപ്പായി കഴിഞ്ഞു.